എല്ലാവർക്കും നമസ്കാരം. ഒരു കാലത്ത് ബോംബെ നിയന്ത്രിച്ചിരുന്നത് അധോലോക സംഘങ്ങളായിരുന്നു. ഹാജി മസ്താൻ, കരീം ലാല, വരദരാജ മുതലിയാർ, പിന്നീട് അങ്ങോട്ട് ദാവൂദ് ഇബ്രാഹിം. ഇവർ പല രീതിയിലും പണമുണ്ടാക്കി. ഒരു ഗവൺമെൻറ്റിന് മീതെ സമാന്തരമായ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി. അവർ ബോംബെ ഭരിച്ചു. ഇന്നത്തെ വീഡിയോ അധോലോക സംഘങ്ങളെക്കുറിച്ചും ഗാങ്സ്റ്റേഴ്സിനെ കുറിച്ചുമാണ്. മുംബൈ ഒരു വൻ നഗരമാണ്, പാരമ്പര്യമുള്ള നഗരം. നമ്മുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെ ഒരു കാലത്ത് ഭരിച്ചിരുന്നത് അധോലോക നേതാക്കളായിരുന്നു. നമ്മൾ കൂടുതലും സിനിമയിൽ കണ്ടുള്ള അറിവ് മാത്രമാണ് അധോലോകങ്ങളെക്കുറിച്ചുള്ളത്. എന്നാൽ യാഥാർത്ഥ്യം അതിനും അപ്പുറമാണ്. ബോംബെയിൽ ഒരുപാട് അധോലോക നായകന്മാർ ഉയർന്നു വന്നിട്ടുണ്ട്. വരദരാജ മുതലിയാർ, ഹാജി മസ്താൻ, ദാവൂദ് ഇബ്രാഹിം, അങ്ങനെ പലരും. ഈ സംഘങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് കള്ളക്കടത്തായിരുന്നു. ഈ അധോലോക സംഘങ്ങളുടെ വളർച്ചയും തളർച്ചയും അവരുടെ ചരിത്രവും ഇനി നമുക്ക് പരിശോധിക്കാം. 1940 മുതൽ 80 വരെ ഹാജി മസ്താൻ, വരദരാജ മുതലിയാർ, കരീം ലാല എന്നിവരായിരുന്നു ബോംബെ അധോലോകത്തെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ കരീം ലാലയും അവരുടെ കുടുംബാംഗങ്ങളും ബോംബെയിലെ കപ്പലുകളിൽ പ്രവർത്തിച്ചു. പഠാൻ മാഫിയ, അഫ്ഗാൻ മാഫിയ എന്നീ പേരുകളിലായിരുന്നു ഈ കരീം ലാലയുടെ ഗ്രൂപ്പ് അറിയപ്പെട്ടിരുന്നത്. കാരണം കരീം ലാലയുടെ ഗ്രൂപ്പിലെ ആളുകൾ കൂടുതലും അഫ്ഗാനിസ്ഥാൻകാരായിരുന്നു, അതായത് പഷ്തൂൺ വംശത്തിൽപ്പെട്ടവരായിരുന്നു. ഹാഷിഷ്, കള്ളക്കടത്ത്, കൊലപാതകം, ബ്രൗൺ ഷുഗർ, സ്മഗ്ലിംഗ്, സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്ത് എന്നിങ്ങനെ പല പല രീതികളിലൂടെയായിരുന്നു കരീം ലാലയുടെ ഗ്രൂപ്പ് പണമുണ്ടാക്കിക്കൊണ്ടിരുന്നത്. 1940 ബോംബെ നഗരത്തിലെ ചൂതാട്ടം എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് കരീം ലാലയായിരുന്നു. 1985 വരെ കച്ചവടത്തിൽ വലിയൊരു രാജാവായിരുന്നു ഈ കരീം ലാല. അടുത്തത് ഹാജി മസ്താൻ. ബോംബെയിലെ ഒരു തമിഴ് ഗാങ്സ്റ്ററായിരുന്നു ഹാജി മസ്താൻ. ബോംബെ നഗരത്തിലെ ആദ്യത്തെ സെലിബ്രിറ്റി ഗുണ്ടാ സംഘമായിരുന്നു ഇവർ. 1926 തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് ജനനം. 8-ാം വയസ്സിൽ തൻ്റെ പിതാവിനൊപ്പം ബോംബെയിലേക്ക് കുടിയേറി. ബോംബെയിലെത്തിയ ഇരുവരും സൈക്കിൾ റിപ്പയറിംഗ് കട തുടങ്ങി. 10 വർഷത്തിന് ശേഷം, അതായത് 1944 ഹാജി മസ്താൻ ഒരു പോർട്ടറായി ജോലി ലഭിച്ചു. അവിടെ നിന്നുമാണ് ഹാജി മസ്താന്റെ കുറ്റകൃത്യങ്ങളുടെ ആരംഭം. കരീം ലാലയെ കണ്ടുമുട്ടിയ ഹാജി മസ്താൻ ഇരുവരും ഒന്നിച്ചും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ ഹാജി മസ്താൻ വലിയ ധനികനായി. സ്വർണം, വെള്ളി, ഇലക്ട്രോണിക് വസ്തുക്കൾ എന്നിവ കടത്തി വലിയ ധനികനായി ഹാജി മസ്താൻ. ആദ്യം പറഞ്ഞ പോലെ അദ്ദേഹം എങ്ങനെ സെലിബ്രിറ്റി ആയെന്നറിയണ്ടേ. ധനികനായതോടുകൂടി ഹാജി മസ്താൻ സിനിമയിലും സ്റ്റുഡിയോയിലും പണം നിക്ഷേപിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ ബോളിവുഡിൽ സിനിമകളും നിർമ്മിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയായി മാറി. അടുത്തത് വരദരാജ മുതലിയാർ. കമൽഹാസന്റെ നായകൻ എന്ന സിനിമയുണ്ട്. കമൽഹാസന്റെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് വരെ കിട്ടിയ ഒരു സിനിമയാണ് നായകൻ. ഈ നായകൻ വരദരാജ മുതലിയാരെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. ഒരു തമിഴ് ഹിന്ദു ഡോണായിരുന്നു വരദരാജ മുതലിയാർ. 1960 മുതൽ 80 വരെയായിരുന്നു വരദരാജ മുതലിയാരുടെ കാലഘട്ടം. അദ്ദേഹത്തെ വർദാഫായി എന്നായിരുന്നു വിളിച്ചിരുന്നത്. കരീം ലാലയ്ക്കും ഹാജി മസ്താനുമൊപ്പം തുല്യമായ സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു. പോർട്ടറായി ആരംഭിച്ച അദ്ദേഹം പിന്നീട് അനധികൃതമായി മദ്യം വിൽക്കുന്ന ആ ഒരു തൊഴിലിലേക്ക് നീങ്ങി. തമിഴ് ജനതയ്ക്കുള്ളിൽ വലിയൊരു ആദരമുള്ളൊരു വ്യക്തിയും കൂടിയായിരുന്നു വരദരാജ മുതലിയാർ. ബോംബെയിലെ ധാരാവിയിൽ ശക്തമായ സ്വാധീനം വരദരാജ മുതലിയാർക്കുണ്ടായിരുന്നു. ധാരാവിയിലുള്ള ശക്തമായ തമിഴ് സാന്നിധ്യമാണ് അദ്ദേഹത്തിന് അവിടെ ഒരു നിയന്ത്രണം ലഭിച്ചത്. കുറേ തമിഴരും ഹാജി മസ്താനുമായി ചേർന്ന് വരദരാജ മുതലിയാർ ചരക്ക് മോഷ്ടിക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം കരാർ കൊലപാതകങ്ങളിലേക്കും മയക്കുമരുന്ന് കച്ചവടത്തിലേക്കും നീങ്ങി. അവിടെ അദ്ദേഹം പ്രാവീണ്യം തെളിയിച്ചു. വടക്ക് കിഴക്കൻ മധ്യ ബോംബെയുടെ നിയന്ത്രണം വരദരാജ മുതലിയാറിലെത്തി. 1980 ബോംബെയിൽ ഉത്ഭവിച്ച ഒരു അധോലോക ഗ്രൂപ്പാണ് ഡി കമ്പനി. അതിൻ്റെ നേതാവ് ദാവൂദ് ഇബ്രാഹിമാണ്. എന്നാൽ ഡി കമ്പനി മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. ഒരു കൂട്ടം അധോലോക സ്മഗ്ലിംഗ് ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടമാണ് ഡി കമ്പനി. സംഘടിത കുറ്റകൃത്യങ്ങൾ, ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന,
തീവ്രവാദവുമായുള്ള ബന്ധം എന്നിങ്ങനെ ഒട്ടനവധി കേസുകൾ ദാവൂദിൻ്റെ പേരിലുണ്ട്. IPL വാതുവെപ്പ് കേസിലും ദാവൂദിൻ്റെ ബന്ധം പോലീസ് സംശയിക്കുന്നു. സിനിമ, സ്പോർട്സ്, ക്രിക്കറ്റ് എന്നീ വിവിധ മേഖലകളിൽ ഡി കമ്പനിക്ക് രഹസ്യമായ ബന്ധമുണ്ട്. പല സിനിമാ നടന്മാരുമായും പല രാഷ്ട്രീയ നേതാക്കളുമായും ദാവൂദിന് നല്ല ബന്ധമാണുള്ളത്. ഇതൊരു പരസ്യമായ രഹസ്യമാണ്. ഇന്റർപോളിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ 2ാം സ്ഥാനത്തെത്തി ദാവൂദ് ഇബ്രാഹിം. ഇന്ത്യക്കാർക്കും ഇന്ത്യക്കുമെതിരെ പ്രവർത്തിച്ചുവെന്നാണ് ദാവൂദിനെതിരെയുള്ള ആരോപണം. ടൈഗർ മേമനുമായുള്ള ബന്ധവും 1993 മുംബൈ ഭീകരാക്രമണ കേസും ദാവൂദ് ഇബ്രാഹിമിനെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലെത്തിച്ചു. അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘം ദാവൂദിന് ഒസാമ ബിൻ ലാദനുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നു. 2003 അമേരിക്ക ദാവൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. സർക്കാരുകൾ ദാവൂദിന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. 2008 മുംബൈ ഭീകരാക്രമണവും പിന്നീടുള്ള പല ഭീകരാക്രമണങ്ങൾക്കും ഭാവിയിലുള്ള ഭീകരാക്രമണങ്ങൾക്കും ദാവൂദ് പദ്ധതിയിടുന്നതായി റഷ്യൻ രഹസ്യാന്വേഷണ സേന അറിയിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും ഒളിവിൽ പോയ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ടെന്ന അഭ്യൂഹം ശക്തമാണ്. ദാവൂദിനെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ കണ്ടതായി ചില റിപ്പോർട്ടുകളുമുണ്ട്. ബെഡാ രാജൻ ഇന്ത്യൻ ഗാങ്സ്റ്ററും ബോംസ്റ്ററും ഒക്കെയായിരുന്നു ബെഡാ രാജൻ. കിഴക്കൻ ബോംബെയിലെ കട്ട്കോപ്പർ ചേരിയിലായിരുന്നു രാജൻ നായർ താമസിച്ചിരുന്നത്. ഫാക്ടറി ജോലി ചെയ്തിരുന്ന രാജൻ നായർ പിന്നീട് സ്മഗ്ലിങ്ങിലേക്കും പിന്നീട് പല സാധനങ്ങളും മോഷ്ടിച്ച് വിൽക്കുന്ന ജോലിയിലേക്കും തിരിഞ്ഞു. ബ്രാൻഡഡ് സാധനങ്ങളും ടൈപ്പ് റൈറ്ററും മോഷ്ടിച്ച് ചോർ ബസാറിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു അയാളുടെ പതിവ്. സിനിമാ ടിക്കറ്റിൻ്റെ കരിഞ്ചന്ത വിൽപ്പനയും വ്യാജ മദ്യ വിൽപ്പനയും ബെഡാ രാജനുണ്ടായിരുന്നു. പിന്നീട് ചേരികളിൽ അവരുടെ ശക്തി വർദ്ധിച്ചു. അങ്ങനെ രാജൻ ഗ്യാങ് ഉണ്ടായി. എന്നാൽ പിന്നീട് പഠാൻ സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ ബെഡാ രാജൻ കൊല്ലപ്പെട്ടു. അതോടെ രാജൻ ഗ്യാങ്ങിന്റെ ലീഡർ ചോട്ടാ രാജനായി. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന ക്രൈം സിൻഡിക്കേറ്റിന്റെ മേധാവിയാണ് ചോട്ടാ രാജൻ. ദാവൂദിന്റെ മുൻ പ്രധാന സഹായിയും ലഫ്റ്റനന്റുമായിരുന്നു ചോട്ടാ രാജൻ. അതായത് ഡി കമ്പനിയിലെ പഴയൊരു പ്രധാനപ്പെട്ട വ്യക്തി. ബെഡാ രാജന്റെ കീഴിൽ ജോലി എടുത്തിരുന്ന ചോട്ടാ രാജൻ ബെഡാ രാജന്റെ മരണത്തിന് ശേഷം ആ ഗ്രൂപ്പിന് നിയന്ത്രണം ഏറ്റെടുത്തു. അങ്ങനെ രാജൻ ചോട്ടാ രാജനായി. ദാവൂദിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച ചോട്ടാ രാജൻ പിന്നീട് 1988 ദുബായിലേക്ക് പലായനം ചെയ്തു. കള്ളക്കടത്ത്, കൊലപാതകം, മയക്കുമരുന്ന് വിൽപ്പന, വഞ്ചന എന്നിങ്ങനെ പല പല കേസുകളും ചോട്ടാ രാജന്റെ പേരിലുണ്ട്. രാജനുമായി ചേർന്ന് സിനിമകൾ നിർമ്മിച്ചു എന്ന് വരെ പറയപ്പെടുന്നു. 17 കൊലപാതക കേസുകളിലും പിന്നീട് പല പല കൊലപാതക ശ്രമങ്ങൾക്കും ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ CBI വിചാരണ കാത്തു കിടക്കുകയാണ് ബെഡാ രാജൻ. അരുൺ ഗാവലി മഹാരാഷ്ട്രയിലെ മഗ്ദി ചൗളിയിലായിരുന്നു ഇയാളുടെ ഗ്യാങ്. ആളുകളെ തട്ടിക്കൊണ്ടുപോകാനും തട്ടിക്കൊണ്ടുപോയവരെ സൂക്ഷിക്കാനും പീഡനങ്ങളും ഇയാളുടെ പതിവായിരുന്നു. കിഡ്നാപ്പ് ചെയ്തിട്ട് പണം ആവശ്യപ്പെടുന്നതായിരുന്നു ഇയാളുടെ ശൈലി. അരുൺ ഗാവലി ഒരുപാട് കേസുകളിൽ അറസ്റ്റിലാക്കപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പക്ഷേ പല കേസുകളിലും അയാൾ രക്ഷപ്പെട്ടു. 80കളുടെ അവസാനത്തിൽ ദാവൂദ് ഇബ്രാഹിം ഗ്രൂപ്പുമായി അരുൺ ഗാവലിയുടെ ഗ്രൂപ്പ് പലപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രീയ നേതാവും കൂടിയാണ് അരുൺ ഗാവലി. 2004 തിരഞ്ഞെടുപ്പിൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിശയം തോന്നുന്നുണ്ട് അല്ലേ? ഒരു ഗാങ്സ്റ്റർ MLA ആകുന്നു. അരുൺ ഗാവലിയെ ഭയന്ന് പലരും മൊഴി കൊടുക്കാറില്ല. മൊഴികളുടെ അല്ലെങ്കിൽ വ്യക്തമായ മൊഴികളുടെ അഭാവം മൂലം അയാൾ പലപ്പോഴും രക്ഷപ്പെടാറുണ്ട്. എന്നാൽ 2012 ജംസൺ തേക്കർ എന്ന ശിവസേന നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാളെ ജയിലിലടച്ചു. ഇയാൾക്ക് ശിക്ഷ ലഭിച്ചു. ജംസൺ തേക്കറുടെ കൊലപാതകത്തിൽ ജാവദിയും മറ്റ് 11 പേരെയും ശിക്ഷിച്ചു. ഡി കമ്പനിയിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ് ടൈഗർ മേമൻ. 1993 മുംബൈ ഭീകരാക്രമണ കേസിൻ്റെ സൂത്രധാരൻ. കള്ളക്കടത്ത് നടത്തിയ സമയം പോലീസ് പിടിക്കാൻ വന്നപ്പോൾ
100 മൈൽസ്/അവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് രക്ഷപ്പെട്ടതോടുകൂടിയാണ് ടൈഗർ മേമൻ എന്ന പേര് അവന് ലഭിച്ചത്.